എത്രത്തോളമാണ് ലിമിറ്റിംഗ് ബിലീഫ് നമ്മുടെ ലൈഫിൽ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? പരിപൂർണമായിട്ട് നമ്മൾ ജീവിക്കുന്നതിലും, അതായത് നമ്മളാണ് സമർപ്പിച്ച് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ? ഏതായാലും നമ്മുടെ ജീവിതം ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഈ പോയിക്കൊണ്ടേയിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? കുറേ ലിമിറ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടും നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കുറേ തോട്ട്സുകൾ വന്നിട്ടും, അതേപോലെ തന്നെ ഇപ്പൊ കറന്റ്ലി ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. എക്സാമ്പിൾ, ഫോണിൽ റീല് കാണാന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമല്ല. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഓക്കെ, അതിലൂടെ എനിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനില്ല, ടൈം ഞാൻ വേസ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ബോധമുണ്ടായിട്ടും നമ്മൾ എന്നാലും ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്തു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? നമ്മൾ റീൽസ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ടൈം നമ്മൾ വേസ്റ്റ് ആയി കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എവിടേക്കെയോ നമ്മൾ നാളാവട്ടെ, മറ്റന്നാളാവട്ടെ, ഇന്ന് ഞാൻ ആയിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ തോട്ട്സുകൾ കൊണ്ടും കുറേ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫുകൾ കൊണ്ട് നമ്മൾ തന്നെ നമ്മൾ പിടിച്ചു നിർത്തുകയാണല്ലേ? ഈ ഒരു കാര്യത്തെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? നമ്മൾ ഈ ഒരു കംഫേർട്ട് സോണിൽ ഇരിക്കുന്നതും ഈ കംഫേർട്ട് സോണിന് ബിയോണ്ട് ആയിട്ട്, കംഫേർട്ട് സോൺ ഓരോ നിമിഷവും പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ദിവസവും ബ്രേക്ക് ചെയ്തിട്ട് ഓരോ പ്രവർത്തനം ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പറ്റും, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റിസൾട്ടുകളുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ ബിലീഫിൽ നമ്മൾ കാര്യമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം. ശരിക്കും നമുക്ക് എന്താണ് നമ്മളെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ബിലീഫ് എന്ന് പറയുന്നത്? നമുക്ക് ശരിക്കും എന്താണ് നമ്മൾ ഓരോരുത്തരെ പറ്റിയിട്ടും ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, ഐ ആം എ ഫെയിലിയർ പേഴ്സൺ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണോ നിരന്തരമായിട്ട് നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും? നമ്മളുടെ ഉള്ളിൽ നമ്മളായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ഇതാണോ എന്ന് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചുറ്റുപാടും സംഭവിക്കൊണ്ടേയിരിക്കുള്ളൂ. നമുക്ക് മാറ്റങ്ങൾ വേണോ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടും മാറണോ, എന്താണോ നമുക്ക് വേണ്ടതായിട്ടുള്ളത്, ആ വേണ്ട പോലെ നമ്മൾ ഉള്ളിൽ കൊടുക്കുമ്പോഴാണ് വേണ്ട പോലത്തെ കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാടും സംഭവിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കുറേ സ്ഥലത്ത് നമ്മൾ ആക്കലുകളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ ഇങ്ങനെ ആവട്ടെ, ഇവിടെ ഇങ്ങനെ ആക്കണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കാട്ടുന്നുണ്ടാവാം. ഇപ്പോൾ നമ്മൾ മൈൻഡ് പവറും അതേപോലെ തന്നെ മൈൻഡ് ബിലീഫും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ഇങ്ങനെ ആക്കി കൂട്ടലുകൾ ഉണ്ടാവൂലേ? അതൊക്കെ നമ്മൾ മാറ്റണം കേട്ടോ. അവിടെയൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ബിലീഫ് എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ ചേഞ്ചുകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ ആക്കിക്കൂട്ടലുകളും ആക്കലും മാറ്റിയിട്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമായിട്ട് മാറും എന്നുള്ളതാണ്. അതായത് നാച്ചുറലി നമ്മളിൽ നിന്ന് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ സെൽഫിലാണ്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പഠിക്കുമ്പോൾ അവർക്ക് മറന്നു പോകുന്ന ഇഷ്യൂ നിരന്തരമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഈ സ്റ്റേജിലേക്കൊക്കെ കയറുമ്പോൾ ബാക്കിയുള്ള ആളുകൾ നമ്മളെ കളിയാക്കും എന്നത് വിചാരിച്ചിട്ടല്ലല്ലോ. നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ കളിയാക്കും എന്നതാണല്ലോ നമ്മൾ പേടി എന്ന് പറയുന്നത്. അതിനപ്പുറമായിട്ട് നമ്മളടുത്ത് നിന്ന് തെറ്റിപ്പോയാലും നമുക്ക് കുഴപ്പമില്ല. അതായത് ഈ തെറ്റിപ്പോകുന്ന സംഭവത്തിനെ പറ്റിയിട്ടല്ല നമുക്ക് പേടി. അതിനപ്പുറമായിട്ട് ഈ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്ന് തുടങ്ങിയിട്ടാണ് നമുക്ക് പേടിയും നമ്മൾ വ്യാകുലത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാനും എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അവിടെ നമ്മൾ കൊടുക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള സംഭവം നമ്മളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും പറയലുണ്ടല്ലേ, നമ്മൾ ആരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റെബോൺ ആയിട്ട്, ബോൾഡ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റണം, ഞാൻ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ക്രിയേഷന്റെ ക്രിയേറ്റർ ആണ് എന്നുള്ളത്. ആ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ക്രിയേഷന്റെ ഒരു ചെറിയ ക്രിയേറ്റർ ആയിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്ക് എന്തായിട്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അപ്പൊ നമ്മുടെ ബിലീഫ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ മാറി. ഇപ്പോൾ നമ്മൾ എന്താ ശരിക്കും മനസ്സിലാക്കേണ്ടത്? നമ്മളെ കൊണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും പറ്റും എന്നുള്ളതാണ്. എവിടെയാണ് നമ്മളെ കൊണ്ട് കുറെ കാര്യങ്ങൾ പറ്റാതാക്കപ്പെട്ടിട്ടുള്ളത്? നമ്മൾ കമ്പയർ ചെയ്യണോടത്താണല്ലേ? ഓക്കെ, ഞാൻ അവരെ നോക്കുമ്പോൾ അവനക്ക് ഇതൊക്കെ പറ്റുന്നുണ്ടല്ലോ, ഓക്കെ, എന്നിലേക്ക് വരുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല അല്ലേ? അതുപോലെ തന്നെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, ഓ, അവന്റെ ഡ്രസ്സ് സംഭവമാട്ടോ, ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, പക്ഷെ എന്റെ ഡ്രസ്സിലേക്ക് വരുമ്പോൾ
ഞാനിങ്ങനെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താണ് കമ്പയർ ചെയ്യാൻ പോവാന്നുള്ളതാണ്. ഈ കമ്പാരിസൺ തോട്ടും ഈ കമ്പാരിസൺ ആക്ടിവിറ്റീസ് നമ്മൾ ഹൃദയത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം, നമ്മൾ ഇന്ന് മുതൽ കമ്പയർ ചെയ്യുന്ന സംഭവത്തെ നിർത്തുക. എന്നിട്ട് കംപ്ലീറ്റ് നമ്മളെ കാര്യങ്ങൾക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. എന്താണ് നമ്മളെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നമ്മളിൽ ബിലീഫും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം നമ്മൾ സമർപ്പിക്കുക. അതായത് ഐ ആം ഗുഡ് ഇനഫ്. എന്താണ് എന്നെ ഗുഡ് ഇനഫ് ആക്കാത്തതായിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾ നിങ്ങളോട് പറയാണ് ഐ ആം ഗുഡ് ഇനഫ്, ഐ ബിലീവ് ഇൻ മൈ സെൽഫ്, ഞാൻ എൻ്റെ സെൽഫിൽ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ ഞാൻ ഗുഡ് ഇനഫ് ആണ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരും, എന്നാലും ഞാൻ ഗുഡ് ഇനഫ് ആണോ എന്നിങ്ങനെ തോട്ട് വരും. അപ്പൊ നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കുക, ഇങ്ങനെ തോട്ട് നമുക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്രയും കാലം നമ്മൾ സെൽഫിനോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, പറയേണ്ടത് പറയാത്തത് കൊണ്ടും ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടല്ലേ നമുക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള സംഭവം ചുറ്റുപാടും സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടതും നമ്മൾ ഇംപ്രിന്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം എന്താണ്? ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യത്തിൻ്റെയും ഓരോരോ കാര്യങ്ങളിലും അതിൻ്റെതായ റിസൾട്ടും അതിൻ്റെതായ പെർഫെക്ഷനും വരും എന്നുള്ളതാണ്. ഞാൻ എന്തായാലും എൻ്റെ സെൽഫിനെയും മറ്റു സെൽഫിനെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു തോട്ടിൽ നിങ്ങൾ എത്തിയോ, ഈ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ എത്തിയോ, കുറേയൊക്കെ ലൈഫ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടത്ര സമ്പാദ്യമില്ല എന്നതല്ലേ നമുക്ക് പ്രശ്നം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര ഹെൽത്ത് ഇല്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വേണ്ടാത്ത തോട്ട്സും കുറേ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. എന്താണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നതായിട്ടുള്ളത്? കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഹാപ്പിനെസ് തന്നെയല്ലേ. ഈ നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള സംഭവം എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ ഉള്ളതാണ്. നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമ്മളെ യുണീക്ക്നെസ്സിൽ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളതായ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, വ്യാകുലരായിട്ട് ആ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ സെൽഫിനെ മറ്റു കാര്യങ്ങൾ കൊണ്ട് കമ്പയർ ചെയ്തിട്ടും മറ്റാളുകളെ കൊണ്ട് കമ്പയർ ചെയ്തിട്ടും മറ്റു പ്രവർത്തനങ്ങൾ കമ്പയർ ചെയ്തിട്ടും ഒരിക്കലും നമ്മൾ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികളെ ലൈഫിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാരന്റിങ് ആണെന്നുണ്ടെങ്കിലും ഒരു മദർ ഒരു കുട്ടീനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ പറയാ, അവളെ കണ്ടു പഠിക്ക് അല്ലെങ്കിൽ ഇവളെ കണ്ടു പഠിക്ക് എന്ന് തുടങ്ങിയിട്ടുള്ള തോട്ട്സുകളും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടിക്ക് ഇട്ട് കൊടുക്കുക. ആ കുട്ടിയെ ആ കുട്ടിയായിട്ട് ജീവിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. അതന്നെയല്ലേ നമ്മൾ സൊസൈറ്റി ചെയ്യുന്നത്. നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിനപ്പുറം യാഥാർത്ഥ്യം എന്താണോ ആ യാഥാർത്ഥ്യത്തിലേക്ക് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിയിട്ട് മനുഷ്യരെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്കും ഏറ്റവും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ബിലീഫിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എത്രത്തോളമാണോ നമ്മൾ സെൽഫിൽ ബിലീവ് ചെയ്യുന്നത്, നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്നത്, അത്രത്തോളം നമ്മൾ കോൺഫിഡന്റ് ആയിട്ടും അത്രത്തോളം നമ്മൾ ചുറ്റുഭാഗം മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും മറവി എന്ന് പറയുന്ന സംഭവം വരുന്നത് അവർ പഠിച്ചു പോയ കാര്യങ്ങൾ മറക്കുകയല്ല സംഭവിക്കുന്നത്. അതിനപ്പുറമായിട്ട് അവരുടെ മനസ്സിലേക്ക് പേടിയും അതേപോലെ തന്നെ ആൻസൈറ്റി കാര്യങ്ങളൊക്കെ കയറിയിട്ട് എനിക്ക് കിട്ടുമോ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ റെഡി ആവോ എന്ന് തുടങ്ങിയിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ് അവരുള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് 100% ആയിട്ട് അവർക്ക് അവരുടെ ലൈഫിൽ പ്രവർത്തിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഗ്രേറ്റ് ക്രിയേറ്ററെ ക്രിയേഷൻ ആണെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ക്രിയേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, പരിപൂർണമായിട്ട് വിശ്വസിക്കുക. ആ ഒരു വിശ്വാസം നമ്മൾ അർപ്പിക്കുന്നതിലൂടെ നമ്മൾ നമ്മളിലേക്ക് എത്തുക ചെയ്യുന്നത്. കാരണം എന്താണ്? ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. എന്നെ ഇങ്ങനെ ആക്കി തന്നതായിട്ടുള്ളത് എല്ലാത്തിനും അപ്പുറമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിലേക്ക് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ഭയക്കണം എന്നൊരു സ്റ്റെബോൺ ആയിട്ടുള്ള എന്നൊരു കോൺഫിഡൻസിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെയും നമ്മൾ സ്റ്റോപ്പ് ആവോ? കാരണം എന്ത് തന്നെ ലൈഫിൽ വന്നാലും നമ്മൾ എന്താ പറയാ, എവറിത്തിങ് ഹാപ്പൻ ഫോർ എ ബ്ലെസ്ഡ് റീസൺ. കാരണം നമുക്കറിയില്ല ഈ ഒരു റീസൺ എന്തിനാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ബട്ട് ഈ ഒരു റീസണിന്റെ ബിഹൈൻഡ് ആയിട്ട് ഒരു ബ്ലെസ്ഡ് റീസൺ ഇരിക്കുന്നുണ്ടാവാം. നമ്മൾ ഈ ഒരു കുഞ്ഞു മനസ്സുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞു ചിന്തകൾ കൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ട് അവിടെ എത്താത്തതാണ്. ഈ കുഞ്ഞു മനസ്സ് കുഞ്ഞു ചിന്ത എന്ന് പറയുന്നത് ക്രിയേറ്റർ ചിന്ത കൊണ്ട് കമ്പയർ ചെയ്തപ്പോഴാണ് കേട്ടോ. നമ്മളൊക്കെ എന്ന് പറയുന്നത്
ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പറ്റുന്ന അത്രയും പവറുള്ള ഓരോരുത്തരെ നമ്മൾ ഓരോരുത്തരാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഭൂമിയിലെ കണ്ടുപിടുത്തങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിച്ചിട്ടുള്ളത്, അതായത് വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസ് ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓരോ സ്പീഷീസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ചിന്തിക്കാനും അതേപോലെ തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് വേണ്ട രീതിയിൽ റിപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പവറുള്ളത് ആരാണ്? മനുഷ്യരെന്ന് പറയുന്നതാണ്. അപ്പൊ ഈ ഒരു മനുഷ്യന്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതൊരു ജീവികളാണെന്നുണ്ടെങ്കിലും ആ ജീവികളുടെയും മറ്റ് എല്ലാ സംഭവത്തിനെയും മനുഷ്യന് അതീതമാകുന്ന രീതിയിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എപ്പോഴെങ്കിലും മറ്റാളുകൾ നമ്മളെ കൺട്രോൾ ചെയ്തിട്ടുണ്ടോ? പട്ടി വന്ന് ഓടിക്കുന്നതും ഇതൊന്നല്ലട്ടോ പറയുന്നത്. അവരെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? അത് നമ്മള് ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ടല്ല അവരെ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നത്. അത് നമ്മുടെ ഉള്ളിലുള്ള ഫിയർ കൊണ്ടാണ്. ആ സംഭവത്തിനെ പറ്റിയല്ല പറയുന്നത്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും സ്പീഷീസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട്? പക്ഷെ മനുഷ്യനാണല്ലേ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പവറും ഇത്രയും കാര്യങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ആളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെയൊക്കെ അവനെ തടഞ്ഞു നിർത്തുന്നതായിട്ടുള്ള സംഭവം എന്താണ്? അവന്റെ ചിന്തകളും അവന്റെ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നതാണ്. എന്താണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്? അതെപ്പോഴും നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. എന്നെ പറ്റിയിട്ട് എനിക്കുള്ള ബിലീഫ് എന്താണ്? എൻ്റെ സെൽഫിലേക്ക് വരുമ്പോൾ ഞാൻ എന്താണ് എന്നെ പറ്റി മനസ്സിലാക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എപ്പോഴാണ് നമ്മൾ ചുറ്റുപാടും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുക? അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചുറ്റുപാടും എപ്പോഴാണ് നിൽക്കുക? നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ചുറ്റുപാടും നമ്മളെ കൂടെ വേണോ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കുറവുകളും നമ്മളുടെ ലിമിറ്റേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ആ ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് നിരന്തരമായിട്ട് ആലോചിച്ചിട്ട് ആ ലിമിറ്റേഷനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന പല സമയങ്ങളും നമ്മളൊക്കെ എന്താ ചെയ്യാറില്ല, ഫ്രീ ടൈം കിട്ടുമ്പോഴത്തിന് എന്ത് ചെയ്യും എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. അതായത് നമ്മൾ ഒന്ന് ഇപ്പോൾ സ്റ്റഡീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലൊരു ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ശരിക്കും നമ്മൾ ഒന്ന് റിലാക്സ് ആവട്ടെ, ഒന്ന് ഫോൺ ഉപയോഗിക്കട്ടെ എന്ന രീതിയിൽ നമ്മൾ എന്താണ് അതിലേക്ക് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി പോവുകയല്ലേ ചെയ്യുന്നത്. എവിടെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവുന്നോ അവിടെയൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റണം എന്നുള്ളതാണ്. ഈ ഒരു കോട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ എവിടെയാണ് ഡിപ്പെൻഡ് ആവുന്നത്, അതായത് ഈവൻ ഒരു പേഴ്സണൽ അല്ലാന്നുണ്ടെങ്കിലും, ഈവൻ നമ്മൾ ഗാഡ്ജറ്റ്സിലാന്നുണ്ടെങ്കിലും, ഈവൻ ഒരു ബുക്കിലാന്നുണ്ടെങ്കിലും, എന്തിലും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞാലും അത് ഇൻഡിപെൻഡൻ്റ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. എന്നാലേ ആ ഡിപ്പെൻഡൻ്റ് കൊണ്ട് നമുക്ക് തലവേദന ഉണ്ടാവാതിരിക്കുള്ളൂ, യഥാർത്ഥമായിട്ടുള്ള ഡിപ്പെൻഡൻ്റ് ആയിട്ട് അത് മാറുകയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിരന്തരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്, അതിനത് ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറി. പിന്നെ നിങ്ങൾക്ക് അതില്ലാത്തൊരവസ്ഥ നമ്മുടെ ലൈഫിൽ ആലോചിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഡിപ്പെൻഡന്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക്ഫുൾ ആയിട്ട് മാറാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഡിപ്പെൻഡന്റ് ആയി മാറുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ പാഷനിലേക്ക് ഡിപ്പെൻഡന്റ് ആയി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക് നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എഫേർട്ട് ആലോചിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഒന്നുമില്ല അല്ലെ. അവിടെ നമുക്ക് ടയേർഡ്നെസ് ഇല്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ടയേർഡ്നെസ്സും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പാഷന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ എന്താണ് ഈ പാഷൻ ചെയ്യുമ്പോഴും സാധാരണ ചെയ്യുമ്പോഴും എന്താണ് ഇത്ര ഡിഫറെന്റ് എന്ന് പറയുന്നത്? ഒക്കെ നമ്മൾ തന്നെയല്ല ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പാഷനായിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടുള്ളതാണെങ്കിലും നമ്മുടെ മൈൻഡ് പറയാം ഇതൊന്നും ഒരു കഷ്ടപ്പെട്ടുള്ള സംഭവമല്ല, ഇതൊന്നും വലിയ ഹാർഡായിട്ടുള്ളതല്ല എന്ന് പറയും. അന്നേരം നമ്മൾ എന്താണ്, ഒരു നമുക്ക് ചെയ്യണം ഈ ഒരു കാര്യം, പക്ഷെ ഈ ചെയ്യേണ്ട കാര്യത്തെ നമുക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാന്ന് വെച്ചോളൂ. നമ്മുടെ മൈൻഡ് ഏറ്റവും കനമുള്ള സംഭവമാക്കിയിട്ട് അതിന് നമുക്ക് തരും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിച്ച് നോക്കുക, ഞാൻ ഓരോ ദിവസവും എൻ്റെ ലൈഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അത് ചെയ്തു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, ഇന്ന് ഞാൻ ചെയ്യേണ്ടതാണോ ചെയ്തിട്ടുള്ളത്, ആ ചെയ്യേണ്ട സംഭവം ഏത് മെന്റൽ സ്റ്റേറ്റിൽ ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് ആലോചിക്കണം. മെന്റൽ എന്ന് പറയുമ്പോൾ മറ്റേ മെന്റൽ അല്ല കേട്ടോ, മൈൻഡിന്റെ സ്റ്റേറ്റ് നിങ്ങൾ ഏതിലിരുന്നിട്ടാണ് ആലോചിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു എക്സ്ട്രാ അവിടെ വേറെ കരങ്ങളും പ്രവർത്തിക്കുന്നതായിട്ട്. അതായത് പല ആളുകളും ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അതായത് ഓലൊന്ന് ചെയ്തിട്ടുണ്ടാവുള്ളൂ, നല്ല വലിയ വലിയ റിസൾട്ട് ഒക്കെ കിട്ടുന്നുണ്ടാവാം.
അപ്പൊ എങ്ങനെ ഇവർക്ക് ഇത് സാധ്യമാകുന്നത്? ബിക്കോസ് ദേ ആർ ഡൂയിങ് ഫ്രം ദയർ ഹാർട്ട്. ഹാർട്ട് നിന്ന് അവർ ചെയ്യാണ്. ഹാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിസിക്കൽ ആയിട്ടുള്ള ഹാർട്ടല്ല, മനസ്സറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആകെ ഒരു ലൈഫുള്ളൂ, ആ ലൈഫ് മാക്സിമം കളർഫുൾ ആക്കാൻ നോക്കുക. അപ്പൊ അവിടെ വരുന്ന ഓരോരോ കീടങ്ങളെയും, ഓരോരോ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും, അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡൺ ആക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് കളയാന്നുള്ളതാണ്. അതാണ് നമ്മൾ ഓരോരോ സെഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും എംപവർ ആക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് ബിലീഫുകളൊക്കെ നമ്മൾ എടുത്ത് കളയാം. ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മളായിട്ട് ഇരിക്കാൻ സഹായിക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അത് പലതാവാം. റിലീജിയസ് ആയിട്ട് കുറേ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവാം, നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുറേ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവാം, നമ്മൾ പ്രൊഫഷണൽ കുറേ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവാം. അതേപോലെ തന്നെ വേറൊരു വ്യക്തിയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യക്തി നമ്മളോട് പ്രവർത്തിക്കുന്നത് നമ്മൾ കുറേ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതൊക്കെ ലിമിറ്റിംഗ് ബിലീഫ് തന്നെയല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ ലിമിറ്റിനെ എടുത്ത് കളയാന്നുള്ളതാണ്. സിമ്പിൾ ഒരു സ്റ്റോറിയുമായി നമുക്ക് പറയാം. നിങ്ങൾ എലിഫന്റ് ആനനെ കണ്ടിട്ടുണ്ടോ? ആന ചെറിയ കുട്ടിയായിരിക്കെ, അതായത് ചെറിയ കുഞ്ഞാനയായിരിക്കെ ആ ആനനെ എന്ത് ചെയ്യും? ചങ്ങലയിലിടും. ചങ്ങലയിടുമ്പോൾ എന്താവും? ആ ആനന്റെ കാല് ആ ഒരു ചങ്ങലയിലാണല്ലേ. അപ്പൊ ഈ ആന എത്ര ബലം പ്രയോഗിച്ചു കഴിഞ്ഞാലും, എത്ര ഫോഴ്സ്ഫുള്ളി കാലിട്ട് അടിച്ചാലും ആ ആനക്ക് ആ ചങ്ങല പൊട്ടിക്കാനേ പറ്റില്ല. പക്ഷെ ആ ആന വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ലൈഫിൽ ഇങ്ങനെ വലുതായി വലുതായി വലുതായിട്ട് വരികയാണ്. ഈ വലുതായി വന്നതിന് ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഒരു ആനക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 300-200 കിലോഗ്രാം ഉണ്ടാവും. ഈ ഒരു ആന ഇത്രയും കിലോഗ്രാം കുറഞ്ഞ ഒരു ചങ്ങലയാണ് ആ ആന ഇട്ടിട്ടുള്ളത്. എന്നാലും ആ ആന എപ്പോഴെങ്കിലും ആ ചങ്ങല പൊട്ടിച്ച് ഓടിയിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടില്ലത്. കാരണം ആ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം എന്താണ്? എന്തുകൊണ്ട് ആനക്ക് ആ ചങ്ങല പൊട്ടിക്കാൻ പറ്റുന്നില്ല? സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ആ ആന ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫിൽ കയറിക്കൂടി എന്നുള്ളതാണ്. ചെറുപ്പം മുതൽ ആന വിചാരിച്ചത് അന്ന് ട്രൈ ചെയ്തപ്പോൾ നടന്നില്ല, എപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോട്ടിലാണ്. ആന കുറെ വളർന്ന സംഭവം ആന മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ആനയുടെ പവർ എന്താന്നുള്ളത് ആന എപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതറിയാന്നുണ്ടെങ്കിൽ എപ്പോഴയോ ആ ചങ്ങലൊക്കെ പൊട്ടിച്ചിട്ട് ആനക്ക് സ്വതന്ത്രം പ്രാപിക്കായിരുന്നു. ഇതുപോലെ തന്നെ നമ്മളും ചെറുപ്പത്തിൽ കിട്ടിയ കുറേ ബിലീഫുകളിൽ നമ്മളും അടിമകളായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. ഈ ബിലീഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ് മാത്രമല്ല കേട്ടോ. ഇന്ന് പോയിട്ട് റിലീജിയൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നുമല്ല വാദിക്കുന്നത്. റിലീജിയസ് ആയിട്ടുള്ള ബിലീഫിലല്ല നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ സെൽഫിനെ ക്രിട്ടിറ്റൈസ് ചെയ്യുന്ന, നമ്മൾ നമ്മുടെ സെൽഫിനെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മൾ നമ്മളുടെ വളർച്ചയെ തളർത്തുന്ന കുറേ ബിലീഫുകളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. പണ്ട് ആരോ നമ്മളോട് ഇട്ട് വന്നതാവും, നിന്നെ കാണാൻ വലിയ ചുരുക്കമൊന്നുമില്ല കേട്ടോ എന്ന്. അത് നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് അതൊരു ലിമിറ്റിംഗ് ബിലീഫായിട്ട് നമ്മൾ സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോഴും എവിടെ നമ്മൾ ഒരാളെ മുന്നിലും ഡിസിപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഒരാളെ മുന്നിൽ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ, ഉഫ് എന്നെ കാണാത്ത ലുക്കില്ല, ആ തോട്ടിലാവും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പോൾ എന്താണോ നമ്മുടെ ഉള്ളിലുള്ള എനർജി അതാണ് പുറത്ത് കാണുക. അപ്പൊ നമ്മൾ ഉള്ളിൽ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഈ സംഭവത്തിൽ നമ്മൾ കംപ്ലീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫ് കിട്ടിയിട്ടുള്ളത് ആ ബിലീഫിനൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോൾ ലൈഫ് കളർഫുൾ ആയിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്കും തരാം. ഈ ഒരു ടാസ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഭവം ഐഡന്റിഫൈ ചെയ്യാം. അതായത് നിങ്ങളുടെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടുള്ള എന്തെല്ലാം ലിമിറ്റിംഗ് ബിലീഫാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഈ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ 100%, അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് 100% ചെയ്യണം. ഈ 100% ചെയ്യാൻ പറ്റാതിരിക്കുന്ന കുറെ എക്സ്ക്യൂസുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഓരോ ലിമിറ്റിംഗ് ബിലീഫാണ്. അതിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് അതിനെ റീവയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് തിരക്കുകളും ഉണ്ടായതുകൊണ്ട് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ പിന്നെ അതുപോലെ മനസ്സിലാവാത്ത കാര്യങ്ങളോ ലിമിറ്റിംഗ് ബിലീഫ് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി കണക്ട് ചെയ്താൽ മതി. ഞാൻ അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബൈ.